നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 743rd day. Today 23rd sloka of Pradhama Skanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 743 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ത്വമാദ്യ പുരുഷ സാക്ഷാദീശ്വര പ്രകൃതേ പര, മായാം വ്യുദ്ധസ്യ ചിച്ചക്ത്യ കൈവല്യേ സ്ഥിത ആത്മനി. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പര, മായാം വ്യുദ്ധസ്യ ചിച്ചക്ത്യ കൈവല്യേ സ്ഥിത ആത്മനി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ത്വം ആദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പര, മായാം വ്യുദ്ധസ്യ ചിച്ചക്ത്യ കൈവല്യേ സ്ഥിത ആത്മനി. ത്വം എന്ന് പറഞ്ഞാൽ നീ, ഭഗവാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദിയിലേ ഉള്ള, ആദ്യമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത് പുരുഷനും സാക്ഷാത്തായ യഥാർത്ഥമായ ഈശ്വരനും പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനും ആകുന്നു. ചിച്ചക്ത്യ ജ്ഞാനശക്തിയാൽ, മായയെ യുദ്ധസ്യ തള്ളിക്കളഞ്ഞിട്ട്, യുദ്ധസ്യ മായാം യുദ്ധസ്യ. ഓം ശ്രീകൃഷ്ണായ നമഃ. യുദ്ധസ്യ തള്ളിക്കളഞ്ഞിട്ട്, കൈവല്യേ കേവലനായ, ആത്മനി ആത്മാവിൽ, സ്ഥിതഃ ഇരിക്കുന്നവനുമാകുന്നു. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിച്ചിട്ട് അർജുനൻ പറയുന്ന വാക്കുകളാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുനൻ പറയുകയാണ്, നിന്തിരുവടി പ്രകൃതിയിൽ നിന്നും വേറിട്ടിരിക്കുന്നവനും എല്ലാറ്റിനും ആദികാരണഭൂതനും ആയ പുരുഷനാകയാൽ പ്രത്യക്ഷനായിട്ടുള്ള ഈശ്വരനാകുന്നു. അങ്ങയുടെ ജ്ഞാനശക്തി കൊണ്ട് മായയെ തള്ളിക്കളഞ്ഞിരിക്കയാൽ എല്ലാറ്റിനും കാരണമായിരുന്നാലും വികാരാദി ദോഷം ആ ഭഗവാനെ ബാധിക്കുന്നില്ല. എന്തെന്നാൽ മായ ഭഗവാനിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മായ തന്നെ ഭഗവാനിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുമായ ഭഗവാൻ സൃഷ്ടിക്കുക. ആ മായ ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്രകാരം ബാധിക്കാത്തത് കൊണ്ട് വികാരാദി ദോഷങ്ങളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുകയില്ല. നിർവികാരനും കേവലനുമായി ഇരിക്കുന്ന ആത്മാവിൽ തന്നെ ഭഗവാൻ ഇരിക്കുന്നു. ഭഗവാന്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനന് ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭഗവത്ഗീത പറഞ്ഞു കൊടുത്ത് അധികം നാളായിട്ടില്ല അർജുനനിൽ ആ ഭഗവത്ഗീതയുടെ അംശമുള്ളത് കൊണ്ടാണ് അവിടുന്ന് മായയാൽ ബാധിക്കാത്തവനും ഈശ്വരനും ആകുന്നു. അവിടുന്ന് ആത്മാവിൽ അവിടുന്ന് കേവലനായിട്ടിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും ആത്മാവായിരിക്കുന്നത് അവിടുന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആദി കാരണഭൂതനായിട്ടുള്ള മഹാത്മാവാണ്, പുരുഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. തൻ്റെ നേരെ അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രം പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ, ആ ബ്രഹ്മാസ്ത്രം തടുത്തില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിച്ചു പോകും.
അപ്രകാരമുള്ള ബ്രഹ്മാസ്ത്രത്തെ തടുക്കുവാനുള്ള വിദ്യ, തിരിച്ചെടുക്കുവാനുള്ള വിദ്യ ഈ അയച്ച അശ്വത്ഥാമാവിന് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ അർജുനന് അത് ബ്രഹ്മാസ്ത്രം തൊടുക്കാനും അറിയാം, തിരിച്ചെടുക്കാനും അറിയാം. അപ്രകാരം അശ്വത്ഥാമാവ് അയക്കുന്ന ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും എന്ത് ചെയ്യണം എന്ന് തൻ്റെ തേരാളിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, തേരാളിയായിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിലും അത് ഈശ്വരനാണ് എന്ന അറിവ് അർജുനനുണ്ടാകിയാൽ ആ ഭഗവാനോട് ചോദിച്ചുകൊണ്ട് ഭഗവാനെ വാക്കുകളാൽ പുകഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് അർജുനൻ. ശ്ലോകം ഒരിക്കൽ കൂടി. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരാ മായാം യുധസ്യ ചിച്ഛക്ത്യ കൈവല്യേ സ്ഥിത ആത്മനി. ആദ്യം പാരായണം ചെയ്യുമ്പോൾ യുദ്ധസ്യ എന്ന് പറഞ്ഞു, സംശയമുണ്ട്. യുധസ്യ ചിച്ഛക്ത്യ കൈവല്യേ സ്ഥിത ആത്മനി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.